ഹലോ. ആ, എവിടെ? കുറേ ആയല്ലോ വിളിച്ചിട്ട്. ആ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ആണോ? ഓ ഓ ഓ ഓ ഓ, അതങ്ങനെയാല്ലേ. ശരി ശരി. അല്ല, ഒരാളെ കിട്ടിയ നന്നായിരുന്നു. കാരണം എന്താ വെച്ചാലേ, ആ, അവർ പോയിട്ട് കുറച്ച് ദിവസമായി. അതെ. ഇല്ലില്ല, അവർ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊക്കെ ആയിരുന്നു. പക്ഷേ ഒരു വൃത്തി പ്രശ്നം ഉണ്ടായിരുന്നു. ആ, ഞാൻ അങ്ങനെ ആണ് ഒഴിവാക്കിയത്. ഇല്ല, വൈഫിനൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, ഏയ് നമുക്ക് എന്താ അങ്ങനെ പറയണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം നമ്മുടെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അടുത്ത വീട്ടിലെ, ആ, അങ്ങനെ അത് അത്രയേ ഉള്ളൂ. അതാണ്. ഏയ് അതൊക്കെ ഒരു വൃത്തിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളെ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, അവരെ കുറ്റം പറയല്ല. അവർ ജീവിച്ചു വന്ന സാഹചര്യമൊക്കെ അങ്ങനെയല്ലേ. കുറ്റം പറയാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ. ഇല്ല, ഇന്നങ്ങനെ കാര്യമായിട്ട് പരിപാടിയൊന്നും ഏറ്റിട്ടില്ല. ഇല്ലല്ല. ഉണ്ട്, വായനശാലയുടെ പരിപാടി ഉണ്ട്. ആ, അത് പിന്നെ ജയേട്ടൻ പറഞ്ഞുകൊണ്ട് അതുണ്ട് രണ്ട് പരിപാടി ഉണ്ട്. അതിന് നമുക്ക് എവിടെ ചങ്ങായി വെറുതെ ഇരിക്കാൻ പറ്റണ്ടേ? എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നു. ആ ആ ഇല്ല, ഇന്നത് പറയണം. കുട്ടികൾ അതെ, ഇന്ന വിഷയം പറയണം. അതെ അതെ അതെ. ആ, മോശമല്ലേ, എന്താ ചെയ്യണം? നമ്മുടെ അവസ്ഥ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെന്താ? ഓ ഇല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല. ഓ, അവർ എന്താ, ആ, മോളവിടെ കളിച്ചുകൊണ്ടിരിക്കണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, അടുക്കളയിലുണ്ട്. അതെ, അവർക്ക് അടുക്കളയിൽ ഭയങ്കര ഇഷ്ടമല്ലേ അത്. അതെ അതെ, അവരുടെ ലോകമല്ലേ അത്. അല്ലല്ല, അവർക്ക് അവരുടെ സ്പേസ് കിട്ടും. ഞാൻ അതിനൊന്നും ഇടപെടാറൊന്നുമില്ല. മറ്റേ ആളുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അവൾ അടുക്കളയിൽ അപ്പോഴും കയറ്റിയിരുന്നൊന്നുമില്ല. അവൾ പുറം പണികൾ എന്തെങ്കിലും ചെയ്യിക്കുക, തുടയ്ക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ മെയിനായിട്ട്. വൈഫിന് കയറ്റണം എന്നൊക്കെ ഉണ്ട്. ഞാൻ പറയും, അങ്ങനെ എന്താ ഒരു പണിയെടുക്കാൻ ഒരാൾ വന്ന് പറഞ്ഞാൽ മുഴുവൻ പണി അയാളെ കൊണ്ടെടുപ്പിക്കുക എന്നുള്ളത് നല്ല രീതിയല്ല. എനിക്കത് അത്ര താല്പര്യമായിട്ട് തോന്നിയില്ല. അതെ അതെ, ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ. നോക്കുന്ന ഒരാളെ പറ്റുകയാണെങ്കിലേ പറ്റിയാൽ നന്നായില്ലേ. ശരിയടാ, ഓക്കെ ഓക്കെ, ശരി.